നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തയിൽ 10 വാർത്ത പരിശോധിച്ചാൽ 9 നമ്മുടെ നാട്ടിൽ നിന്നും MDMA-യും കഞ്ചാവും പിടിക്കുന്ന കേസുകളാണ്. നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നും അവർ ഉപയോഗിക്കുന്ന MDMA പിടിക്കുന്ന കേസുകളും കഞ്ചാവ് ഉപയോഗിക്കുന്ന കേസുകളും പിടിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളാണ്. നമ്മുടെ സമുദ്രാതിർത്തിയിൽ നിന്നും 2 മാസം മുമ്പ് 25 ലക്ഷം ടൺ അസംസ്കൃത രാസപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തതായി നമ്മുടെ നേവി റിപ്പോർട്ട് ചെയ്തു. മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സമുദ്രാതിർത്തിയിൽ കൊണ്ടുവന്ന് നമ്മുടെ നേവൽ ഫോഴ്സ് പിടിച്ചെടുത്ത 25 ലക്ഷം ടൺ അസംസ്കൃത ലഹരി പദാർത്ഥങ്ങളാണ്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇതുപോലെ 2ഉം 3ഉം അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന്റെ ഒറിജിൻ കണ്ടെത്താൻ കഴിയാത്തത്? കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനുള്ളിൽ 2000-ലധികം കേസാണ് കേരളത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ വിതരണക്കാരായിട്ടുള്ള ആളുകളെയും കൺസ്യൂമേഴ്സ് ചെയ്യുന്ന ആളുകളെയും മാത്രമാണ് പിടിക്കപ്പെടുന്നത്. ഇത് മൊത്തത്തിൽ വിതരണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന, ഇത് നിർമ്മാണം നടത്തുന്ന ഒരാളെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. ഗവൺമെന്റിന് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? ഇതാണ് എന്റെ ചോദ്യം. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഡിഫൻസും നമ്മുടെ പ്രതിരോധ മേഖലയും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും ലോകത്തിലെ തന്നെ പ്രശസ്തി ആർജിച്ച സംവിധാനങ്ങളല്ലേ? എന്തുകൊണ്ടാണ് അന്യ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടോ ഇത്തരത്തിലുള്ള അസംസ്കൃത രാസപദാർത്ഥങ്ങളുടെ നിർമ്മാണം നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത്? നരേന്ദ്രമോദിയുടെ സർക്കാരിനെയും എന്തുകൊണ്ടാണ് ആരും ഇതിൽ പഴിചാരാത്തത്? നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടുന്ന ഏജൻസികൾക്ക് ആരാണ് കൂച്ചുവിലം ഇട്ടിരിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സ് മാഫിയയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ മുതൽ നമ്മുടെ ചെറിയ സ്കൂളുകൾ വരെ ഇന്ന് ഡ്രഗ്സിന്റെ ഉപയോഗം കൂടുതലാണെന്നുള്ള റിപ്പോർട്ടുകൾ ഗവൺമെന്റ് തന്നെ പുറത്തുവിടുന്നു. എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ ഇതിൽ പ്രതിയേർക്കാത്തത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ ആരും പഴിചാരാത്തത് എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഡ്രഗ്സ് മാഫിയകൾക്ക്, ഈ ഡ്രഗ്സ് നമ്മുടെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഇന്ത്യ മഹാരാജ്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഡ്രഗ്സ് മാഫിയകളെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനെ സംരക്ഷിക്കേണ്ടുന്നത്? നമ്മുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തി നമ്മുടെ നികുതിപ്പണം വാങ്ങി ഉല്ലസിക്കുക, സുഖിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ പോരല്ലോ. ഭരണാധികാരികൾ അവർക്ക് വേണ്ടുന്ന, ജനങ്ങൾക്ക് വേണ്ടുന്ന നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും നടത്തുന്നതോടൊപ്പം അവരുടെ ജീവനും സ്വത്തിനും അവരുടെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടിയില്ലേ? അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒന്ന് പരിശോധിക്കുക. കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനുള്ളിൽ 2000 കേസ് കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൽ ഒരാൾ പോലും പ്രധാനപ്പെട്ട സ്കാമർ ആയിട്ടുള്ള ആളുകളില്ല. ഈ സ്കാമിന്റെ പിന്നിലുള്ള മാനുഫാക്ചർ ഇല്ല. ഈ സ്കാമിന്റെ പിന്നിലുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സോഴ്സ് ഏതാണെന്ന് കണ്ടെത്താൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്കൊന്നും കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കായംകുളം MLA, ഭരണകക്ഷിയിലുള്ള കായംകുളം CPM-ന്റെ നേതാവായിട്ടുള്ള കായംകുളം MLA-യുടെ മകനും സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് ഉപയോഗം നടത്തിയതായി എക്സൈസ് കണ്ടെത്തി. കരീം എന്ന് പറയുന്ന MLA-യുടെ മകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥനെ പിറ്റേ ദിവസം സ്ഥലം മാറ്റിക്കൊണ്ട് സാധാരണഗതിയിൽ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വരെ കോടതിയിൽ റിപ്പോർട്ട് വന്ന് അവിടെ ട്രയൽ നടത്തി അവിടെ നിരപരാധിയാണെന്ന് കാണുമ്പോൾ സാധാരണഗതിയിൽ അവിടെ റിലീസ് ചെയ്യുന്നു, നിരപരാധികളെ വിട്ടയക്കുന്നു. എന്നാൽ അത്യപൂർവമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. ആ ക്രൈം റീഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയായ MLA-യുടെ മകനെ മാത്രം ഒഴിവാക്കുന്നു, ബാക്കിയുള്ള ആളുകളെ മാത്രം പ്രതിയാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ചും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ചും കോമൺ ഇന്റൻഷൻ എന്ന ഒരു കൺസെപ്റ്റിൽ എല്ലാ ആളുകൾക്കും, മാത്രവുമല്ല ഈ പറയപ്പെടുന്ന എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തുകയും കഞ്ചാവ് ഉപയോഗം അവർ നടത്തി, കഞ്ചാവ് അവർ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ തലസ്ഥാനത്ത് മാറ്റുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, കൂടെ നിൽക്കുന്ന ആളുകൾ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും, SFI നേതാക്കന്മാരുടെ റൂമിൽ നിന്നും കഞ്ചാവ് പിടിച്ചാൽ അവിടെ മറ്റ് സംഘടനയിൽപ്പെട്ട ആളുകളെ കൂടി പ്രതിയാക്കാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് കഞ്ചാവ് വേട്ടയും മറ്റ് അസംസ്കൃത രാസപദാർത്ഥങ്ങളുടെ, ലഹരി പദാർത്ഥങ്ങളുടെ നിർമ്മാണമുള്ള അല്ലെങ്കിൽ വിതരണമുള്ള ശൃംഖലകളെ പിടിക്കാൻ ഈ സോഴ്സുകൾ കഴിയാത്തത്? കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ച കണ്ടപ്പോൾ മനസ്സിലായത്, ആഭ്യന്തര വകുപ്പിന്റെ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 70% 10 വയസ്സിനും 15 വയസ്സിനുമുള്ള സ്കൂൾ കുട്ടികളാണ് കഞ്ചാവും അസംസ്കൃത രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ്.
ബാക്കിയുള്ള 30% കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, 20 വയസ്സുള്ള കുട്ടികളാണ്. നമ്മുടെ സ്വത്ത്, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തുകളായ ഈ കുഞ്ഞുങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ചാനൽ അവതാരകനോ ഈ ചാനലിന്റെ മേധാവിയോ ഈ ഗവൺമെന്റിനെ ഒരു വാക്കുകൊണ്ട് പോലും കുത്തിനോവിക്കുന്നില്ല എന്നുള്ളത് വളരെ ആശ്ചര്യമായി തോന്നുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെതിരെയും CPM-ന്റെ നേതാക്കന്മാർക്കെതിരെയും അവർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ഭീമമായ അളവിൽ MDMA പോലെയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുള്ള ആളുകളെ കൊലപ്പെടുത്തുകയും സഹപാഠികളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ക്രൂരമായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ ചാനലുകാരോ പത്രക്കാരോ ഒന്നും വേട്ടയാടാത്തത്? അപ്പോൾ വളരെ കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉപരിതലത്തിലുള്ള നേതാക്കന്മാർക്കും ഉപരിതലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ നാട് ഭരിക്കുന്ന, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർക്കും അടക്കം ഡ്രഗ്സ് മാഫിയുമായി ബന്ധമുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർ കണ്ടുപിടിക്കാൻ ഇറങ്ങട്ടെ, ഇവർ പുതിയ പദ്ധതികൾ രൂപീകരിച്ച് നമ്മുടെ നാട് വൃത്തിയാക്കട്ടെ, നമ്മുടെ നാട്ടിൽ കൃത്യമായി ഇത്തരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് കേസെടുക്കട്ടെ. ഇത് തുരന്വേഷണം നടത്തി കേരളത്തിൽ ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ തുടരന്വേഷണം നടത്തി ഒരാളുകളെ പോലും ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ആ തിരിച്ചറിവാണ് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന മാഫിയകൾക്ക് ഇവിടെ സുഖലോലിതമായി വാഴാം എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് ആണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്നത്. ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആണ്. ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഗവൺമെന്റ് രാജിവെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം.